ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴംപൊരിയാണ്. ഈസി ആയിട്ട് എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാലോ അഞ്ചൊക്കെ എടുക്കാം. ഞാൻ എടുക്കുന്ന മാവിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന പഴങ്ങളൊക്കെ നടുമുറിക്കണേ ഉള്ളൂ കേട്ടോ. കാരണം അത്ര വലിയ പഴമൊന്നുമല്ല, ചെറിയ പഴങ്ങളാണ്. അപ്പോൾ പിന്നെ നടുമുറിക്കണേ ഉള്ളൂ. നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കുമ്പോൾ എന്ന് പറഞ്ഞ പഴംപൊരി 4ആക്കി കട്ട് ചെയ്തിട്ടുള്ള പീസുകളാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മൾ മൈദ ചേർക്കുന്നുണ്ട്. 1 കപ്പാണ് മൈദ ചേർക്കുന്നത്. അതായത് 250 ml 1 കപ്പ് മൈദ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് റോസ്റ്റ് ചെയ്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. പച്ചപ്പൊടിയൊന്നുമല്ല, വറുത്ത പൊടിയാണ്. പത്തിരിപ്പൊടി എന്തായാലും കുഴപ്പമില്ല. അതൊരു 1/4 കപ്പോളം നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഡ്ഡലി മാവ്, തലേദിവസത്തെ മാവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ച് വെച്ച മാവുണ്ടെങ്കിൽ അതൊരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് 125 ml, 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 125 ml നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അതായത് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂണോളാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് ചെയ്ത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് മതിയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഒരു പിഞ്ചോളെ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതിലൊരു ടേസ്റ്റിന് വേണ്ടി, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊന്നും ഇതിൽ പറയുന്നില്ല. നമ്മൾ എടുക്കുന്ന മാവനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒഴിച്ച് ചേർത്താൽ മതി. നമ്മുടെ ബാറ്ററി കറക്റ്റ് അളവിന് നല്ല കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഡാപ്പൊടി ചേർക്കാം, ബേക്കിംഗ് സോഡ. അതൊരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത് നമുക്ക് കറക്റ്റ് ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമുക്കൊന്ന് നല്ലോണം ഇളക്കി ചേർക്കാം, എല്ലാവിടേക്കും എത്തണം. അപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വിസ്ക് വെച്ച് ചെയ്യാണ് നല്ലത്. അപ്പോൾ അതായിട്ടുണ്ട്. അതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു ചീഞ്ചട്ടിയിൽ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ആദ്യം നല്ലോണം ചൂടാക്കുക കേട്ടോ എണ്ണ. അതിനുശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പഴംപൊരി എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എണ്ണ ആവാത്ത ഭാഗത്തേക്ക് ഞാൻ ഒന്ന് കോരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീഞ്ചട്ടി കുറച്ച് ചെറുതാണ്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് പഴത്തിൻ്റെ അവിടേക്ക് എണ്ണ ആവുന്നില്ല. അതുകൊണ്ടൊന്നും ആക്കി കൊടുത്തതാട്ടോ. അപ്പോൾ ഇത് നല്ലോണം ശരിക്കും നല്ല ഷോപ്പിൽ കിട്ടുന്ന പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പഴംപൊരി ഏകദേശമൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയായി തന്നെ വന്നിട്ടുണ്ട് പഴംപൊരി. നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയും കൂടെ പഴംപൊരിയാക്കി എടുക്കാം കേട്ടോ. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്പേസ് ഇല്ലാത്ത കാരണം 2 എണ്ണമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് നല്ല അടിപൊളി പഴംപൊരി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.